ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ദ ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് ചോദിച്ചാലോ? നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നിലൂടെ ഒരു ഗൈഡൻസ്, ഒരു മെസ്സേജ് അവർക്ക് നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ ഡിവൈൻ പ്ലീസ് ഹെൽപ്പ് മീ. ഡിവൈൻ ഈ എൻ്റെ വ്യൂവേഴ്സിന് ഒരു മെസ്സേജ് നൽകാൻ എന്നെ സഹായിച്ചാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇഫ് ഇറ്റ്സ് ഡൺ വെൽ, ഇഫ് നോട്ട്, ഡോണ്ട് ഡു ഇറ്റ് അറ്റ് ഓൾ. ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അവസരം വന്നു. ഈ ഒരു അവസരം എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അവസരം വന്നു. പക്ഷേ നിങ്ങളുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഒരു ഫുൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ ഒരു പക്ഷെ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ചെയ്യണ്ട, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. എല്ലാം കൂടി നിങ്ങൾ നിങ്ങളുടെ തലയിലെടുത്ത് വെച്ച് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വെച്ച് അതൊരു ബർഡൻ ആക്കി മാറ്റണ്ടാന്ന്. നിങ്ങളെ കൊണ്ട് ആവുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് ഒക്കെ ആയിരിക്കും, ഒന്നോ രണ്ടോ ബിസിനസ് ഒക്കെ അറ്റ് എ ടൈം ചെയ്യുന്നവരുണ്ടായിരിക്കും. മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുന്ന യുവതികളാണെങ്കിലും ഒക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊരു വാശി ഒരിക്കലും കാണിക്കരുത്. അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, മക്കളെ കൊണ്ട് പല കാര്യങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒന്നും ചെയ്യിപ്പിക്കില്ല. കാരണം അവർ കൊച്ചുകുട്ടികളല്ലേ, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവരെ ഇപ്പൊ തന്നെ പല കാര്യങ്ങളും തനിയെ ചെയ്യാൻ ശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് എടുക്കുക. എല്ലാം കൂടി വാരി വലിച്ച് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കരുതെന്ന്. കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. കാരണം ചില കാര്യങ്ങൾക്ക് പെർഫെക്ഷൻ ആവശ്യമാണ്, ചില കാര്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകുമല്ലോ. നിങ്ങൾക്ക് അതിന്റെ ഒരു ചീത്ത പേര് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസരം മാറാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളെല്ലാം കൂടി തലയിലെടുത്ത് വെക്കേണ്ട, കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.